ഹരേ കൃഷ്ണ. പരമപൂജ്യ ശ്രീ രാധാനാഥ സ്വാമി ശ്രീമതി രാധാറാണിയുടെ തത്വത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നു. കൃഷ്ണൻ ആത്മാരാമനാണ്. അദ്ദേഹം തന്നിൽ തന്നെ തികച്ചും സംതൃപ്തനാണ്. ഈ ലോകത്ത് ഭൗതിക ഗുണങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ആത്മാക്കളുടെ സ്വഭാവം എന്തെന്നാൽ മദനൻ അല്ലെങ്കിൽ കാമദേവൻ്റെ ശക്തി കാരണം വളരെയധികം വശീകരിക്കപ്പെട്ടവരാണ് നമ്മൾ. അകത്തു നിന്നും പുറത്തു നിന്നും ആകർഷകമായ വിവിധ അഭ്യർത്ഥനകൾ നമ്മെ മതിക്കുന്നു. എന്നാൽ ഭൗതിക പ്രകൃതിയുടെ ഈ ഗുണങ്ങൾക്ക് ഉപരിയും അതീതനുമാണ് കൃഷ്ണൻ. അദ്ദേഹം ഈ ലോകത്തിലെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം അദ്ദേഹം ആത്മാരാമനാണ്. അദ്ദേഹം തന്നിൽ തന്നെ പൂർണ്ണമായ ആനന്ദം കണ്ടെത്തുന്നു. കൃഷ്ണൻ ആത്മാരാമനാകുന്നത് എന്തുകൊണ്ട് എന്ന് രൂപഗോസ്വാമി വിവരിക്കുന്നു. കാരണം ശ്രീമതി രാധാറാണിയോടുള്ള തൻ്റെ പ്രേമത്തെക്കുറിച്ച് അദ്ദേഹം എല്ലായ്പ്പോഴും ധ്യാനിക്കുന്നു. രാധാറാണി ഹ്ലാദിനി ശക്തിയാണ്. ഹ്ലാദിനി ശക്തി എന്നാൽ ഭഗവാന്റെ ആനന്ദശക്തിയാണ്. കൃഷ്ണൻ ശക്തിമാനാണ്. ശ്രീമതി രാധാറാണിയാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. കൃഷ്ണൻ അനന്തശക്തിമാൻ ആണ് എന്ന് ഉപനിഷത്തുകളിൽ വിവരിക്കുന്നു. അതിനർത്ഥം അദ്ദേഹത്തിന് അപരിമിതമായ ശക്തികളുണ്ട് എന്നാണ്. അവയിൽ 3 പ്രമുഖമാണ്. ആത്മീയ ലോകത്തിലെ ശക്തികൾ, ചിത് ശക്തി അല്ലെങ്കിൽ സ്വരൂപശക്തി, ഭൗതിക ലോകത്തിലെ ശക്തി, മായാശക്തിയും ജീവശക്തിയും. തടസ്ഥ ശക്തി എന്നും ജീവാത്മാക്കളെ പറയുന്നു. എണ്ണമറ്റ ജീവാത്മാക്കളുടെ ശക്തിയാണ് ഇത്. ആത്മീയ ലോകത്തിനുള്ളിൽ 3 പ്രധാന ശക്തികളുണ്ട്. ആത്മീയ ലോകത്തിൻ്റെ അസ്തിത്വത്തെ നിലനിർത്തുന്ന സന്ധേനി, ഭഗവാന്റെ ജ്ഞാനശക്തിയാകുന്ന സംവിത്ത്, ശ്രീകൃഷ്ണന് തന്നെ അറിയുന്നതും എല്ലാ ജീവജാലങ്ങൾക്കും കൃഷ്ണനെ അറിയാൻ കഴിയുന്നതും ഈ ശക്തിയിൽ കൂടെയാണ്. ഇത് തന്നെയാണ് ജീവാത്മാക്കൾക്ക് ജ്ഞാനശക്തി പ്രദാനം ചെയ്യുന്നത്. എന്നാൽ ആത്മീയ ലോകത്തിലെ അസ്തിത്വത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അല്ലെങ്കിൽ സത്തിൻ്റെയും ചിത്തിൻ്റെയും ഉദ്ദേശം എന്താണ്? ഇതെല്ലാം നിലകൊള്ളുന്നത് ആനന്ദത്തിൻ്റെ ഉദ്ദേശത്തിനായി മാത്രമാണ്. ആത്മീയ ആനന്ദം. ആ ആനന്ദം പ്രഭുവിൻ്റെ ആനന്ദശക്തിയായ ഹ്ലാദിനി ശക്തിയാണ്. ആ ആനന്ദം ഹ്ലാദിനി ശക്തിയാണ്. ഭഗവാന്റെ ആനന്ദത്തിൻ്റെ ശക്തിയാണ്. അദ്ദേഹം ആ ശക്തിയുടെ ശാശ്വതമായ ഉടമയാണ്. പരമനിരപേക്ഷ സത്യം ഒന്നാകുന്നു. എന്നാൽ അദ്ദേഹം സ്വയം 2 വികസിക്കുന്നു. പ്രേമമയമായ ലീലകളുടെ ഉദ്ദേശത്തിനായി ശ്രീ രാധാറാണിയുടെ രൂപത്തിലുള്ള തൻ്റെ ആനന്ദശക്തിയായ ഹ്ലാദിനി ശക്തിയെ അദ്ദേഹം പ്രകടമാക്കുന്നു. ബ്രഹ്മമല്ലാതെ മറ്റൊരു സത്യം ഇല്ലെന്ന് ശങ്കരാചാര്യൻ പഠിപ്പിച്ചു. ഭഗവാന്റെ വിവിധവും ശാശ്വതവുമായ ശക്തികളെക്കുറിച്ച് ശാസ്ത്രങ്ങളിലെ വിശദമായ വിവരണങ്ങൾ അദ്ദേഹം അംഗീകരിച്ചില്ല. പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത്തെ. ഈ ശക്തികളെല്ലാം ആത്യന്തികമായി മിഥ്യയാണെന്ന് അദ്ദേഹം വിവരിച്ചു. ഒരു ബ്രഹ്മൻ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആ ശക്തിമാനിന്, ബ്രഹ്മത്തിന് തൻ്റെ ശക്തികളില്ലാതെ ലീലകൾ സാധ്യമല്ല. അതീന്ദ്രിയമായ ആനന്ദം സാധ്യമല്ല. അതിനാൽ ശരിയായ ധാരണ, സമ്പൂർണ്ണ ധാരണ ശ്രീ ചൈതന്യ മഹാപ്രഭു വെളിപ്പെടുത്തിയ അചിന്ത്യ ഭേദ അഭേദ തത്വമാണ്. അചിന്തനീയമായ ഒന്നാകുന്ന അവസ്ഥയും വ്യത്യസ്തമായിരിക്കുന്ന അവസ്ഥയും. പരമദിവ്യോത്തമനായ ഭഗവാനുമായി അചിന്ത്യമായി ഒന്നിച്ചും വ്യത്യസ്തവുമായി ഉള്ളത് ജീവാത്മാവ് മാത്രമല്ല, ഭൗതിക പ്രകൃതിയും ഭഗവാന്റെ മറ്റ് ശക്തികളും അതുപോലെ തന്നെ. കൃഷ്ണൻ്റെ ഉള്ളിനുള്ള ഹ്ലാദിനി ശക്തി അദ്ദേഹത്തിന് ആഹ്ലാദം പ്രദാനം ചെയ്യുന്നു. കൃഷ്ണൻ്റെ സ്വന്തം ഹൃദയത്തിൽ അഭയം പ്രാപിച്ചിട്ടുള്ള ആ ആനന്ദം
അദ്ദേഹം പുറത്തേക്ക് പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആനന്ദം അനന്തമായി കൂടുതലായി ലഭിക്കുന്നുവെന്ന് ജീവഗോസ്വാമി ഒരു ഉദാഹരണം നൽകുന്നു. കൃഷ്ണന് തൻ്റെ ശ്വാസം കൊണ്ട് ഊതി മനോഹരമായ ഗാനങ്ങൾ രചിക്കാൻ കഴിയും. എന്നിരുന്നാലും ഭഗവാൻ തൻ്റെ പുല്ലാങ്കുഴൽ വായിക്കുമ്പോൾ അതേ ശ്വാസം, സ്വന്തം ഹൃദയത്തിനുള്ളിലെ അതേ ശക്തി പുല്ലാങ്കുഴലിൻ്റെ മാധ്യമത്തിലൂടെ വായിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് അനന്തമായ ആനന്ദം നൽകുന്നു എന്ന് ജീവഗോസ്വാമി വിശദീകരിക്കുന്നു. അതുപോലെ കൃഷ്ണൻ്റെ പ്രേമശക്തി തൻ്റെ ഭക്തന്മാരിലൂടെ പ്രകടമാകുമ്പോൾ കൃഷ്ണൻ ആത്യന്തികമായ സംതൃപ്തി നേടുന്നു. ഭക്ത്യാ മാം അഭിജാനാതി യാവൻ യശ്ചാസ്മി തത്വതഃ. ഇതാണ് ഭക്തി. തൻ്റെ ഭക്തൻ്റെ സ്നേഹത്താൽ കൃഷ്ണൻ കീഴടക്കപ്പെടുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്നേഹമാണ്. എന്നാൽ അത് തൻ്റെ ഭക്തൻ വിനയം, ഭക്തി, സമർപ്പണം എന്നിവയിലൂടെ പ്രകടമാക്കുമ്പോൾ കൃഷ്ണന് അത് ഏറ്റവും വലിയ ആനന്ദം ലഭിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷൻ്റെ യഥാർത്ഥ രൂപം ആയ ഗോവിന്ദൻ വാസ്തവത്തിൽ രാസവിഹാരിയാണ്. അദ്ദേഹമാണ് ആസ്വാദകൻ. അദ്ദേഹം ആനന്ദമയനാണ്. അതിനർത്ഥം അദ്ദേഹം ആനന്ദം നിറഞ്ഞവനാണ്. എന്നാൽ ആ സന്തോഷം എവിടെ നിന്നാണ് വരുന്നത്? ശ്രീമതി രാധാറാണിയുടെ തത്വം ഇതാണ്. കൃഷ്ണൻ എപ്പോഴും പ്രേമം അല്ലെങ്കിൽ സ്നേഹം തേടുന്നു. ഹ്ലാദിനി ശക്തിയുടെ സാരം ആണ് പ്രേമം, സ്നേഹം. പ്രേമത്തിൻ്റെ സാരാംശം മഹാഭാവമാണ്. മഹാഭാവത്തിൻ്റെ അന്തസത്തയുടെ മൂർത്തിമത് രൂപമാണ് ശ്രീമതി രാധാറാണി. രാധാറാണി ആനന്ദത്തിൻ്റെ ശക്തിയാണ്. രാധാറാണി ഭഗവാന് എല്ലാവിധ പരമാനന്ദവും നൽകുന്നു. രാധാറാണി ശാക്തീകരിച്ചാൽ മാത്രമേ, രാധാറാണിയിൽ കൂടെ മാത്രമേ എല്ലാ ജീവജാലങ്ങൾക്കും കൃഷ്ണന് യഥാർത്ഥ സംതൃപ്തി പ്രദാനം ചെയ്യാൻ കഴിയൂ. ഹരേ കൃഷ്ണ.